ഇക്കൊല്ലത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്രിയയ്ക്കാണ്. പ്രൊഫസർ MK സാനു അധ്യക്ഷനും C രാധാകൃഷ്ണൻ, സാറ ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള സമിതിയാണ് സക്രിയയെ തിരഞ്ഞെടുത്തത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി പുരസ്കാരം. നവീനമായ ഭാഗവതം മലയാളത്തിൽ അരങ്ങേറ്റിയ എഴുത്തുകാരനാണ് സക്രിയെന്ന് സമിതി വിലയിരുത്തി. മാതൃഭൂമിയുടെ 101ാം പിറന്നാൾ ദിനത്തിലാണ് പുരസ്കാര പ്രഖ്യാപനം. മാനത്ത് കരിമേഘം നിറഞ്ഞ് ഭൂമിയിൽ ഇരുൾ പടരുമ്പോൾ ചില ഇടിമിന്നലുകൾ വരും. അന്നേരത്തെ വെളിച്ചത്തിന്റെ ആഘാതം പിൽക്കാല മണ്ണിനെ അത് ഉർവരമാക്കും. 1964 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ റിപ്പബ്ലിക് ദിന പതിപ്പ് ഉണ്ണി എന്ന കുട്ടിയുമായി സക്കറിയ അവതരിച്ചു. NV കൃഷ്ണവാര്യരുടെയും MT വാസുദേവൻ നായരുടെയും കണ്ണുകളിലൂടെ. പിന്നെ ഉരുളിക്കുന്നത്തെ വഴികളിലൂടെ, മൈസൂരിലെ കുടിസുകളിലൂടെ, ഇന്ദ്രപ്രസ്ഥത്തിന്റെ വിശാലതയിലൂടെ സക്കറിയ. സ്വപ്നങ്ങളുടെ പൊടി തൂത്തുവാരി എഴുത്ത്. മലയാള കഥ വീണ്ടും മലയാളം പറയാൻ തുടങ്ങി. ഇറക്കുമതി ചെയ്യപ്പെട്ട സങ്കടങ്ങളെ വിട. കാഞ്ഞിരപ്പള്ളിയിലും കോയമ്പത്തൂരിലുമുണ്ട് വ്യഥകളും ചിരികളും. അയാൾക്ക് എന്തും കഥകൾ. അയാൾ ദൈവങ്ങളെ ചോദ്യം ചെയ്തു, ബൈബിളിലെ ഇയ്യോബിനെ പോലെ. കഥ സ്വയം മാറി. ഭാഗ്യം, സക്കറിയ തന്നെ ഒരിക്കലും കോപ്പിയടിച്ചില്ല. മാതൃഭൂമി പുരസ്കാര സമിതി പറയുന്നു, സാമ്പ്രദായിക ശൈലികളെ സർഗാത്മകമായ ഒറ്റയാൾ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച നവീന ഭാവുകത്വം. 51 അക്ഷരങ്ങളുടെ സ്വാച്ഛന്ധ്യത്തിൽ ദൈവത്തെ തൊട്ട് കൊതുകിന് വരെ കുടിയിരുത്തിയ പേന. എഴുത്തിലെ ജാഗ്രത സക്കറിയയ്ക്ക് രാഷ്ട്രീയത്തിലും. ഉറച്ച നിലപാട്, മതേതരത്വവും ജനാധിപത്യവും പുലരണം. അവസാനത്തെ അത്താഴവും കഴിഞ്ഞ് കുരിശേറ്റത്തിലേക്ക് പോകുന്ന നാടിനെ സക്കറിയ ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ പിറവി കണ്ട ആ പട്ടാളക്കാരൻ ചോദിച്ച അതേ ചോദ്യം. രക്ഷകന് കടന്നെത്താൻ ഇത്രയേറെ കുഞ്ഞുങ്ങളുടെ ചോര വേണം. സഞ്ചാരത്തിലും സാഹിത്യത്തിലും അനുഭൂതിയിലും അനുഭവത്തിലും വ്യത്യസ്തതകൾ തന്ന തേൻ പോലുള്ള രചനകളുടെ കഥാകാരനെ തൊടുകയാണ് ഇക്കൊല്ലം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.